2026 ഏപ്രിൽ 1 മുതൽ 60 വർഷമായി പ്രാബല്യത്തിലുണ്ടായിരുന്ന ഇൻകം ടാക്സ് ആക്ട് 1961 ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുകയാണ്. അതിനു പകരമായി പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പുതിയ ഇൻകം ടാക്സ് നിയമം വരുന്നതോടുകൂടി ഇൻകം ടാക്സ് സ്ലാബ് മാറുമോ? ജനങ്ങൾ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 എന്താണ്, ടാക്സ് സ്ലാബിൽ മാറ്റമുണ്ടോ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. CBDTയും ഫിനാൻസ് മിനിസ്റ്ററിയും ചേർന്ന് പുറത്തിറക്കിയ ഔദ്യോഗിക ഗസറ്റ് നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് ഫിനാൻഷ്യൽ ഇയർ 2026-27 ടാക്സ് നിയമങ്ങളുടെ ശരിയായ ഉത്തരം നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്ക് ചർച്ച ചെയ്യാം, ടാക്സ് സ്ലാബിൽ മാറ്റം വരുമോ ഇല്ലയോ എന്ന കാര്യം. അതിനുത്തരം ഇല്ല എന്ന് തന്നെയാണ്. പുതിയ നിയമം പൂർണ്ണമായി മാറിയിട്ടും ഫിനാൻഷ്യൽ ഇയർ 2026-27 ടാക്സ് റെജീമിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യം നമുക്ക് ന്യൂ ടാക്സ് റെജീം എങ്ങനെയാണെന്ന് നോക്കാം. ന്യൂ ടാക്സ് റെജീം ഫിസ്ക്കൽ ഇയർ 2026-27 നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തുക 4 ലക്ഷം രൂപ വരെയാണെങ്കിൽ നിങ്ങൾ ടാക്സ് നൽകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള പണം 4 ലക്ഷം രൂപയ്ക്കും 8 ലക്ഷം രൂപയ്ക്കും ഇടയിലാണെങ്കിൽ നിങ്ങൾ 5% ടാക്സ് നൽകേണ്ടതുണ്ട്. 8 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ കയ്യിൽ പണമെങ്കിൽ നിങ്ങൾ 10% വരെ ടാക്സ് നൽകേണ്ടതുണ്ട്. 12 ലക്ഷം രൂപ മുതൽ 16 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ കയ്യിൽ പണമുള്ളതെങ്കിൽ നിങ്ങൾ 15% ടാക്സ് നൽകേണ്ടതുണ്ട്. 16 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ കയ്യിൽ പണമുള്ളതെങ്കിൽ നിങ്ങൾ 20% ടാക്സ് നൽകേണ്ടതുണ്ട്. 20 ലക്ഷം രൂപ മുതൽ 24 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ കയ്യിൽ പണമുള്ളതെങ്കിൽ നിങ്ങൾ 25% ടാക്സ് നൽകേണ്ടതുണ്ട്. 24 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എത്ര രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും നിങ്ങൾ 30% ടാക്സ് നൽകേണ്ടതുണ്ട്. അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ നികുതി ഒപ്റ്റിമൈസ് ചെയ്യാൻ എത്ര സമയം ചിലവഴിക്കുന്നു, അതുമാത്രമല്ല ഏത് റെജീം തിരഞ്ഞെടുക്കണമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. എങ്ങനെയെങ്കിലും കുറച്ച് ആയിരങ്ങൾ സേവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ ടാക്സ് കൊടുത്തതിന് ശേഷം ആ വരുമാനത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളിൽ പലരും അറിയാതെ പോകുന്നു. കാരണം നിങ്ങൾ ഏത് റെജീം തിരഞ്ഞെടുക്കുന്നുവെങ്കിലും നിങ്ങളുടെ ടേക്ക് ഹോം ഇൻകം ഇപ്പോഴും റിയൽ ലൈഫ് റിസ്ക് ഉള്ളതാണ്. ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച നിങ്ങളുടെ തുകയെല്ലാം നഷ്ടമായി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടാക്സ് പ്ലാനിംഗ് പ്രധാനമാണെങ്കിലും ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ 10,000 അല്ലെങ്കിൽ 20,000 ടാക്സ് സേവ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ ലക്ഷങ്ങളാണ് നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യം പ്ലാൻ ചെയ്യുന്നതിന് പകരം നാം ഏണിംഗിലും ഇൻവെസ്റ്റ്മെന്റിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി വരികയോ ചെയ്താൽ എന്താണ് നമ്മൾ ചെയ്യുക? ലക്ഷങ്ങൾ വരുന്ന ഹോസ്പിറ്റൽ ബിൽ അടയ്ക്കാൻ നമ്മളുടെ കയ്യിൽ പണമുണ്ടോ? കാരണം ഒരു ഹോസ്പിറ്റൽ വിസിറ്റ്, അതായത് ഒരു ആക്സിഡന്റ് ആയാലും സർജറി ആയാലും അല്ലെങ്കിൽ ഒരു സഡൻ ഇൽനെസ് ആയാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ വർഷങ്ങളായി സമ്പാദിച്ച സേവിങ്സ് എല്ലാം തീരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്. ഇത്തരം സമയങ്ങളിൽ ഇത് നമ്മളുടെ മെഡിക്കൽ എക്സ്പെൻസസ് കവർ ചെയ്ത് ഇത് നമ്മളുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടായി പ്രവർത്തിക്കുന്നു. ഏകദേശം 700 രൂപ മുതൽ 900 രൂപ വരെ നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ കവർ നേടാൻ സാധിക്കും. പലതരത്തിലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ്സും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിലൂടെ നമ്മളുടെ കുടുംബത്തെ മാത്രമല്ല നമ്മളുടെ സേവിങ്സിനെയും സംരക്ഷിക്കാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു പാർട്ടാണ് 25ലധികം കമ്പനീസും 100 കണക്കിന് പ്ലാൻസും ഉള്ളപ്പോൾ ശരിയായത് എങ്ങനെ തിരഞ്ഞെടുക്കും, ഏതൊക്കെ കവർ ഉള്ളതാണെന്ന്
ആണെന്ന് എങ്ങനെ മനസ്സിലാക്കും? അതിനുവേണ്ടിയാണ് ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് ഡിറ്റോ ഇൻഷുറൻസ് റെക്കമെൻഡ് ചെയ്യുന്നത്. അവരെനിക്ക് ഹോണസ്റ്റ് ആയതും അതുപോലെ തന്നെ സ്പാം ഫ്രീ ആയതുമായ ഇൻഷുറൻസ് അഡ്വൈസ് എനിക്ക് നൽകി. ഡിറ്റോ ഒരു സെറോദ ബാക്ക്ഡ് കമ്പനിയാണ്. ഇത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഷുറൻസ് ഗൈഡായി പ്രവർത്തിക്കുന്നു. ഇതിലെ ഏറ്റവും മികച്ചൊരു കാര്യം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസൾട്ടേഷൻ, കോൾ, ക്ലെയിം സപ്പോർട്ട് ഇവയെല്ലാം 100% ഫ്രീ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലെയിം ഒരിക്കൽ ഡിനേ ചെയ്താലും ഡിറ്റോ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് എല്ലാ പേപ്പർ വർക്ക്സും കൈകാര്യം ചെയ്യുന്നു. അത് മാത്രമല്ല 24/7 ക്ലെയിം സപ്പോർട്ടും നൽകുന്നു. നിങ്ങളുടെ സൗകര്യപ്രകാരം നിങ്ങൾക്ക് പോളിസിയും വാങ്ങാൻ സാധിക്കും. അതിനാൽ ടെൻഷൻ ഫ്രീ ആയി ഒരു ഫ്രീ കൺസൾട്ടേഷൻ കോൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. ഞാൻ പേഴ്സണലി ഡിറ്റോയുടെ വെബ്സൈറ്റും കൺസൾട്ടേഷനും ഉപയോഗിച്ച് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഏറ്റവും ശരിയായ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. നിങ്ങൾക്കും അതേ എക്സ്പീരിയൻസും ക്ലാരിറ്റിയും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും നൽകിയിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡിറ്റോയുമായി ഒരു ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാം. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് വലിയ ഹോം ലോൺ ഉണ്ടോ? അല്ലെങ്കിൽ LIC പോലുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്കുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓൾ ടാക്സ് റെജീമിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ ന്യൂ റെജീമിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഓൾഡ് സ്ലാബ് ഫിസിക്കൽ ഇയർ 2026-27 ഇപ്പോഴും ലഭ്യമാണ്. ഓൾ ടാക്സ് റെജീം ഫിസിക്കൽ ഇയർ 2026-27 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2.5 ലക്ഷം രൂപ വരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് ഒന്നും നൽകേണ്ടതില്ല. ഇത് ഓൾ ടാക്സ് റെജീമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ 2.5 ലക്ഷം രൂപയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ടാക്സ് ഒന്നും തന്നെ നൽകേണ്ടതില്ല. 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ കയ്യിൽ പണം ഉള്ളതെങ്കിൽ നിങ്ങൾ 5% ടാക്സ് നൽകേണ്ടതുണ്ട്. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ 20% ടാക്സ് നൽകണം. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾ 30% ടാക്സ് നൽകണം. ഇത് ഓൾ ടാക്സ് റെജീമാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യമാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. 5% മുതൽ നേരിട്ട് 20% വരെ വലിയ ജമ്പാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിന് കാരണം മിഡിൽ ക്ലാസ് ആളുകൾക്ക് ന്യൂ ടാക്സ് റെജീമാണ് കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത്. അവിടെ എത്ര എമൗണ്ടിന് എത്ര ടാക്സ് ആണ് നൽകുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ന്യൂ ടാക്സ് റെജീമും അതുപോലെ തന്നെ ഓൾ ടാക്സ് റെജീമും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മിഡിൽ ക്ലാസ് ആളുകൾ കൂടുതൽ അനുകൂലമായി മാറുന്നത് ന്യൂ ടാക്സ് റെജീമാണ്. ഇനി നമുക്ക് ദ 12.7 lakh റൂൾ ആൻഡ് ന്യൂ എക്സംഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ന്യൂ ഇൻകം ടാക്സ് റൂൾ 2026 പ്രകാരം സെക്ഷൻ 87A പ്രകാരം റീബേറ്റ് 60,000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ന്യൂ റെജീമിൽ സാലറീഡ് ആളാണെങ്കിൽ 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയി നേടാൻ സാധിക്കും. നമുക്കിത് എങ്ങനെയാണെന്ന് കാൽക്കുലേഷനിലൂടെ മനസ്സിലാക്കാം. 12.75 ലക്ഷം രൂപ മൈനസ് 75,000 രൂപ, അതായത് 12 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് ടാക്സ് ആയി വരുന്നത് 60,000 രൂപയാണ്. ഈ ഒരു 60,000 രൂപ റീബേറ്റ് ഉപയോഗിച്ച് പൂർണ്ണമായും ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ടായി 12.75 ലക്ഷം രൂപ, അതായത് 12,75,000 രൂപയ്ക്ക് നമുക്ക് ടാക്സ് ഒന്നും നൽകാതെ ആ ഒരു പൂർണ്ണ എമൗണ്ടും നേടാൻ സാധിക്കും. അവിടെ സീറോ ടാക്സ് ആണ്, നമ്മൾ ടാക്സ് ഒന്നും തന്നെ നൽകേണ്ടതില്ല. അതെങ്ങനെയാണെന്ന് നമ്മൾ കാൽക്കുലേഷനിലൂടെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. 2026 റൂൾസ് പ്രകാരം പഴയ അലവൻസസും ഇന്നത്തെ ഇൻഫ്ലേഷൻ അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റഡ് അലവൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള അലവൻസ് ആണ്. കുട്ടികളുടെ അലവൻസ് ആയി ലഭിക്കുന്നത് 100 രൂപ പെർ മന്ത് ആണ്, അതായത് 3,000 രൂപ പെർ മന്ത് ഓരോ കുട്ടിക്കും ഇത് ലഭിക്കുന്നു. ഹോസ്റ്റൽ അലവൻസ് ആയി ലഭിക്കുന്നത് 300 രൂപയാണ് പ്രതിമാസം, അതായത് 9,000 രൂപ പെർ മന്ത്. ടാക്സ് ഫ്രീ ഗിഫ്റ്റ് ആയി നമുക്ക് നൽകാൻ സാധിക്കുന്നത് 5,000 രൂപയാണ്, അതായത് 15,000 രൂപ. ഫ്രീ മീൽസിനായി ലഭിക്കുന്നത് 50 രൂപയാണ്, അതായത് പെർ മീലിന് 200 രൂപ. ഇനി നമുക്ക് 8 സിറ്റി HRA റൂൾ എന്താണെന്ന് നോക്കാം. അത് ഓൾഡ് റെജീമിലാണ് വരുന്നത്. ഓൾഡ് റെജീമിലാണ് നിങ്ങൾ HRA ക്ലെയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ അപ്ഡേറ്റ് തന്നെ വന്നിട്ടുണ്ട്. മുൻപ് ചെന്നൈ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത എന്നീ 4 സിറ്റികൾക്കാണ് 50% HRA എക്സംഷൻ ലഭിച്ചത്. ഇപ്പോൾ 2026 ന്യൂ റൂൾ പ്രകാരം 4 സിറ്റീസിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ, അഹമ്മദാബാദ് എന്നീ 4 സിറ്റികളെയാണ് ന്യൂ ടാക്സ് റൂൾ പ്രകാരം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് ബേസിക് സാലറിയുടെ 50% വരെ HRA ക്ലെയിം ചെയ്യാൻ സാധിക്കും. മുൻപ് ഇത് 40% വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പക്ഷേ ഒരു പ്രധാന കണ്ടീഷൻ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ലാൻഡ് ലോർഡ് ടെനന്റ് റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രിക്റ്റ് ആയി ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. ഫേക്ക് ക്ലെയിമുകൾ ഒഴിവാക്കാനാണ് സർക്കാർ ഈ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് ദ ടെക്നിക്കൽ ഷിഫ്റ്റ് ഫോംസ് ആൻഡ് ടേംസ് എന്താണെന്ന്
മനസ്സിലാക്കാം. പുതിയ ആക്ടിൽ നമ്പേഴ്സ് മാത്രമല്ല മാറുന്നത്, ടെർമിനോളജി തന്നെ മാറുകയാണ്. അസസ്മെന്റ് ഇയർ ഇനിയില്ല, ടാക്സ് ഇയർ മാത്രമാണ് ഉള്ളത്. ഫോം 60 നിന്ന് ഫോം 130 ആയി മാറിയിരിക്കുകയാണ്. ഫോം 26AS ൽ നിന്ന് ഫോം 168 ആയി മാറിയിരിക്കുകയാണ്. TD സെക്ഷൻ, അതായത് 192 മുതൽ 194 വരെയുള്ള എല്ലാ സെക്ഷനുകളെയും 393 എന്ന ഒരു ഒറ്റ വിഭാഗത്തിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, പാൻ സംബന്ധിച്ചും ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഒരു വർഷത്തിൽ 10 ലക്ഷത്തിലധികമായി ക്യാഷ് വിഡ്രോവലോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റോ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരുമോ എന്നാണ് നിങ്ങളുടെ എല്ലാവരുടെയും സംശയമായിരുന്നത്. ന്യൂ ടാക്സ് റൂൾ, ഇൻകം ടാക്സ് റൂൾ വരുമ്പോൾ ടാക്സിന് എന്തെങ്കിലും മാറ്റം വരുമോ അല്ലെങ്കിൽ കൂടുതൽ അടയ്ക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ അതിലൊന്നും തന്നെ മാറ്റം വരുന്നില്ല. ടാക്സ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ആ ഒരു റെജീം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വാസ്തവത്തിൽ പുതിയ അലവൻസ് അപ്ഡേറ്റ് കാരണം ഏകദേശം 1000 രൂപ വരെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. പുതിയ ആക്ട് കൂടുതൽ സിമ്പിൾ ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 819 536 ആയി കുറച്ചു. 40 പുതിയ ഫോർമുലാസ്, അതുപോലെ തന്നെ 39 ടേബിൾസും ഉണ്ട്. ഇനി ഇത് CA മാർക്ക് മാത്രമല്ല സാധാരണ ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ തീരുമാനം എന്താണ്? 12,70,000 രൂപ വരെ ടാക്സ് ഫ്രീ ആകുന്നത് കൊണ്ട് ന്യൂ റെജീമിലേക്ക് മാറാനാണോ നിങ്ങളുടെ പ്ലാൻ? അല്ലെങ്കിൽ ബാംഗ്ലൂരു, പൂനെ പോലുള്ള നഗരങ്ങളിൽ HRA ബെനിഫിറ്റ് ഉള്ളതിനാൽ ഓൾഡ് റെജീമിൽ തന്നെ തുടരാനാണോ നിങ്ങളുടെ പ്ലാൻ? നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഞാൻ പേഴ്സണലി ഡിറ്റോയുടെ വെബ്സൈറ്റും കൺസൾട്ടേഷനും ഉപയോഗിച്ച് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഏറ്റവും ശരിയായ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. നിങ്ങൾക്കും അതേ എക്സ്പീരിയൻസും ക്ലാരിറ്റിയും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും നൽകിയിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡിറ്റോയുമായി ഒരു ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ ആ ഒരു ടാക്സ് റെജീമിൽ ആ ന്യൂ റൂൾ എന്താണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചും വീഡിയോസ് ചെയ്യാവുന്നതാണ്.